ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിൽ ഏത് പാത്രത്തിലും വളരെ എളുപ്പത്തിൽ എങ്ങനെ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാനിപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ടും മൈദപ്പൊടി വെച്ചിട്ടും വൈറ്റ് ബ്രെഡും ബ്രൗൺ ബ്രെഡും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. പിന്നെ ഞാനൊരു വലിയ സൈസിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു ചെറിയൊരു സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുറത്തുനിന്ന് മേടിക്കുന്ന ബ്രെഡിൻ്റെ ഒക്കെ സൈസിലാണെങ്കിൽ ഞാൻ പറയുന്ന ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തിയാൽ മതി. അതും ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ അതാ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവും കുറവാണ്. ഒരു പാക്കറ്റ് ബ്രെഡിനൊക്കെ 30 രൂപ ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നോക്കുകയല്ലേ. ആദ്യം വൈറ്റ് ബ്രെഡിനുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ വലിയ ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ 2.5 കപ്പ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈസ്റ്റ്, ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ 2.5 കപ്പ് പൊടിയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ ബ്രെഡ് ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇനി ഒരു ഇളം ചൂടുവെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. ഭയങ്കര ചൂടും പാടില്ല, കുറച്ച് പച്ചവെള്ളം ആവരുത്. ഒരു കൈയൊക്കെ ഇടുമ്പം പൊള്ളാത്തൊക്കെ രീതിയിലുള്ള ഒരു ചെറിയ ചൂട്. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വെള്ളം കൂടി പോകുന്നു ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതേ വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, കുഴച്ചെടുക്കുക. അപ്പം ഈ പാത്രത്തിൽ വെച്ച് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം കിച്ചൺ ടോപ്പിലേക്ക് തന്നെ കുറച്ചൊന്ന് ഓയിലാക്കിയിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 10 to 15 മിനിറ്റ് നന്നായിട്ട് കുഴക്കണം. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഫസ്റ്റൊക്കെ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന പോലെ ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. ഒരു 10-15 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും. ഈ കുഴക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം ആദ്യം ഭയങ്കര ഒട്ടുന്ന പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. കുഴച്ച് വരുമ്പം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കുഴച്ചപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാണ്. ഞാൻ ആദ്യം വെച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് സൈഡിലൊക്കെ ഒന്ന് ഓയിലാക്കിയിട്ട് നമ്മൾ മാവ് ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ ആക്കിയിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തൊന്നും വെക്കരുത്, അടുപ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് വെച്ചാൽ മതി, കുറച്ചൊരു ചൂടുള്ള സ്ഥലം. ഇനി നമുക്ക് ബ്രൗൺ ബ്രെഡിനുള്ളത് നോക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കാണിക്കട്ടോ. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്. നിങ്ങൾക്ക് 2.5 കപ്പാണെങ്കിൽ അതിനനുസരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാറ്റം വരുത്താം. ഇതിലേക്ക് തന്നെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം കിച്ചൺ കൗണ്ടർക്ക് തന്നെ ഇട്ടിട്ട് കുറച്ച് ഓയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ച് റെഡി ആകുമ്പം ഒരു 15 മിനിറ്റ് കുഴച്ച് റെഡി ആകുമ്പം ഒരു പാത്രത്തിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ മാവൊന്ന് അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മേലെ ഒന്നും കൂടെ ഓയിൽ ബ്രഷ് ചെയ്ത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഇതും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. പറ്റ തണുപ്പുള്ള സ്ഥലത്ത് വെക്കരുത്, അത്രയേ ഉള്ളൂ. ഇനി ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് ബ്രെഡിനുള്ളതൊക്കെ നല്ല റെഡിയായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ നമ്മളിതൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ കിച്ചൺ ടോപ്പിലേക്ക് വെക്കുകയാണ്. ഇനി വേറെ ഓയിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ചപ്പാത്തി പരത്തുന്ന ഈ കുഴയിൽ എടുക്കണം. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കാൻ കേട്ടോ. ഓയിലൊന്നാക്കുമ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്തിട്ടുള്ളത്. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ മേലെ ഒട്ടിപ്പോവും. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു ബ്രെഡ് മൗൾഡ് ഉണ്ട്, അതിലേക്ക് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതില്ലാതെയും എങ്ങനെയാന്നുള്ളത് നമ്മൾ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ വീതിക്ക് അതിൻ്റെ ആ നീളത്തിനുള്ളത് രീതിയിലൊന്ന് പരത്തിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളിതൊന്ന് മടക്കി വരുമ്പോൾ വെക്കാനായിട്ട് സുഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇതുപോലെ അങ്ങനെ മടക്കിയെടുക്കാം. ഇടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മടക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ കയ്യിൽ കുറച്ചൊന്ന് ഓയിലാക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് നല്ല വൃത്തിക്ക് ഷേപ്പിലാക്കി എടുക്കാം. ഇനി നമ്മുടെ ഈ മൗൾഡിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. അടിയിലൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഷേപ്പ് ഫില്ലാക്കി കൊടുക്കുക. അടിയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടിയൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കാം. ഇനി ഇതും നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3/4 to അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് മൂടുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് മൂടിയെടുത്താൽ മതി. അപ്പം ഞാൻ ഇതിലല്ലാതെ ഏത് പാത്രത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് എങ്ങനെയെന്ന് കാണിക്കട്ടോ. അപ്പം ഇത് നമ്മളൊരു 3/4 മണിക്കൂർ വെക്കുകയാണ്. അപ്പം നമ്മളെ ബ്രൗൺ ബ്രെഡിനുള്ളതും 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതും ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാം. ഇനി ഇതാണ് ഞാൻ കാണിക്കുന്നത് ഏത് പാത്രത്തിലും എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്.
ഭയങ്കര വീതിയുള്ള പാത്രം എല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടെ കട്ടിയിലുള്ള ബ്രെഡ്, അതായത് പൊങ്ങി വന്നിട്ടുള്ള ബ്രെഡ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലേക്കൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതും 1 മണിക്കൂർ വെക്കുക. അപ്പം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ മൗൾഡിൽ വെച്ചിട്ടുള്ള ബ്രെഡ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഓവൻ ഇല്ലാതെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, കുക്കറോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അടിയിലൊന്ന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ സ്റ്റീൽ പാത്രം എടുക്കരുത് കേട്ടോ, അങ്ങനെ അലൂമിനിയത്തിന്റെ പാത്രമോ അങ്ങനെ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാത്രമൊക്കെ എടുക്കുക. ഇതുപോലത്തെ ഒരു തട്ട് എന്തെങ്കിലും വെച്ചിട്ട് അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മേലെ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നതിന് ശേഷം നമ്മുടെ സെറ്റപ്പ് ഇതിലേക്ക് ഇറക്കി വെക്കുക. ബ്രെഡ് ഉണ്ടാക്കാനുള്ളത് ഇറക്കി വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കുക്കാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇത് ഓവനിലും ചെയ്യാം, മറ്റേ സെറ്റപ്പിലും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓവൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബ്രെഡിനുള്ള സെറ്റപ്പ് വെക്കുകയാണ്. ഇതൊരു 1/2 മണിക്കൂർ ഇതേ ടെമ്പറേച്ചറിൽ തന്നെ ഒന്നും കൂടെ ഓവനിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ബ്രൗൺ ബ്രെഡിനുള്ളത് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റപ്പിലേക്ക് ഇത് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് 1/2 മണിക്കൂർ കുക്കാക്കി എടുക്കുകയാണ്. പിന്നെ നിങ്ങൾ 1/2 മണിക്കൂർ എന്നുള്ളത് നിങ്ങളുടെ പാത്രത്തിനനുസരിച്ചും തീൻ്റെ ചൂടിനനുസരിച്ചൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കണം. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓവൻ തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ബ്രെഡിൻ്റെ കളർ ഭയങ്കരമായിട്ട് മാറിയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുക്കായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാല് അതിൻ്റെ മേലെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നല്ല കളറിലുള്ള ബ്രെഡ് കിട്ടും. അപ്പം ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് പാലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യാം. അപ്പം പാലൊന്ന് മേലെ ബ്രഷ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് വീണ്ടും ഇത് ഓവനിലേക്ക് തന്നെ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ ഇതേ ടെമ്പറേച്ചറിലൊന്ന് കുക്കാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലുള്ള ബ്രെഡ് എന്തായെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് തുറന്നിട്ട് ഇതിൻ്റെ കുക്കായിട്ടുണ്ടാവും. പിന്നെ മേലത്തെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലോട്ടും കുറച്ച് പാല് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാല് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് കുക്കാക്കി എടുക്കുക. ചിലപ്പം നിങ്ങൾ തീനനുസരിച്ചൊക്കെ ടൈമിൽ വ്യത്യാസം വരാം, അപ്പം അതിനനുസരിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പാലൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഓവനിലുള്ളത് നല്ലോണം 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ അടിപൊളിയായിട്ട് മാറിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. നല്ല ചൂടാറി കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ബ്രെഡും സൈഡൊക്കെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വിട്ടിപ്പിച്ചിട്ട് നമ്മളിത് എടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ബ്രെഡും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെ ബ്രെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിനെ നമുക്ക് സാധാ ബ്രെഡിന്റെ ഷേപ്പിലേക്ക് ഇതുമൊന്ന് മുറിച്ചെടുക്കാം. അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമ്മളെ വൈറ്റ് ബ്രെഡ് ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ മുറിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് അളന്നിട്ട് നമ്മളൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതേ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്രെഡിന്റെ സൈസിലാണെന്നുണ്ടെങ്കിൽ 2.5 കപ്പ് എടുത്തിട്ട് ഇതേ പാത്രത്തിലൊന്ന് ആക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ഈ വട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് എങ്ങനെ മുറിച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ സൈഡ് ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ആ സൈഡ് ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മളെ ഈ ബ്രെഡും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് ബ്രെഡും ബ്രൗൺ ബ്രെഡും ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിതൊന്ന് ടോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കാണിക്കാം. അപ്പോൾ ബ്രൗൺ ബ്രെഡും വൈറ്റ് ബ്രെഡും ഓരോ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ബട്ടർ ആക്കി കൊടുത്തിട്ട് ഒരു പാനിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ബ്രെഡ് കോഴിമിൽട്ടയിലിട്ട് മുക്കി പൊരിക്കാനും പിന്നെ ടോസ്റ്റ് ചെയ്യാനും പിന്നെ ചെറിയ സാൻഡ്വിച്ചിനൊക്കെ ഇതും പറ്റും. പിന്നെ വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ ആ വലിയ സാൻഡ്വിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുറത്തുനിന്നൊന്നും ബ്രെഡ് വാങ്ങാതെ എളുപ്പത്തിൽ തന്നെ, വലിയ പണിയൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.